നടി രേവതി നമുക്കൊപ്പം ചേരുകയാണ്. രേവതി, താങ്കൾ കണ്ടിട്ടുണ്ടാകും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കണ്ടെത്തിയ നിരീക്ഷണങ്ങളടക്കം. അതിൽ വലിയ ഒരു കാര്യമായി എടുത്തു പറയുന്നത് WCCയുടെ ഒരു അംഗം തന്നെ പറഞ്ഞിട്ടുണ്ട് ചൂഷണമില്ല ഈ മേഖലയിലെന്ന്. എങ്ങനെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഈ കണ്ടെത്തലുകളെ, ഈ നിരീക്ഷണങ്ങളെ താങ്കൾ കാണുന്നത്? സന്തോഷമുണ്ട്. വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്നതിൽ. പിന്നെ ഒരുപാട് പേര് പീപ്പിൾ ഹു ട്രസ്റ്റഡ് അസ് ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ അതിന്റെ ഒരു നന്ദിയുണ്ട്. ഇപ്പോ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ, ഒരാൾ ഇങ്ങനെ പറഞ്ഞു, മറ്റേ ആള് ഇതാണ് ചെയ്യുന്നത്, അതല്ല ഞങ്ങളുടെ ഏറ്റവും വലിയ കാര്യം. ഞങ്ങളുടെ കാര്യം ഈ റിപ്പോർട്ട് നല്ലോണം പഠിച്ച് അതിന് മനസ്സിലാക്കിയിട്ട് അതില് വരുന്ന സംഭവങ്ങൾ എങ്ങനെയാണ് നമ്മൾ ഇനി സംഭവിക്കാതെ ഇരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നാണ് ഞങ്ങളുടെ ഒറ്റ ഒരു ഗോൾ. അത് മാത്രമേ ഉള്ളൂ. അല്ല ശ്രീമതി രേവതി, അതായത് ഹേമ കമ്മിറ്റി പറഞ്ഞിരിക്കുന്നത് ആകത്തുക അടിമുടി സ്ത്രീവിരുദ്ധമാണ് ഈ സിനിമാ മേഖല എന്നാണ്. അതിനോട് യോജിക്കുന്നുണ്ടോ രേവതി? ഈ സ്ത്രീ വിരുദ്ധമുള്ള മേഖല ഇല്ലാത്തത് ഏതാണ് ഒന്ന് പറയൂ, അത് ആദ്യം പറയൂ. അതല്ല ശ്രീമതി രേവതി, കാരണം പണ്ട് മുതലേ സിനിമാ മേഖലയെ കുറിച്ച് കേൾക്കുന്ന അപവാദങ്ങൾ പലതും വിശ്വസിക്കാവുന്ന വിശ്വസിക്കാത്ത കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ അന്ന് ആളുകൾ പറഞ്ഞു നടന്നൊക്കെ ശരിയാണല്ലോ എന്ന് ചിന്തിക്കുന്ന തരത്തിലേക്ക് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇല്ലില്ല, ഐ തിങ്ക് ദ ഫിലിം ഇൻഡസ്ട്രി ഇസ് വെരി വെരി ലാർജ്. അതിൽ നടക്കുന്ന ചില സംഭവങ്ങളാണ് ഇത്. ഓക്കെ, എല്ലാം അങ്ങനെ നടക്കുന്നതല്ല. ഞങ്ങളെല്ലാം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രിയിലാണ് ഞങ്ങൾ എല്ലാവരും ജോലി ചെയ്യുന്നത്. സോ ഇത് ഒരു പഠനമാണ്. ഇത് ചില ആൾക്കാരെ മീറ്റ് ചെയ്തിട്ട്, ഒരു 50-51 ആൾക്കാരെ മീറ്റ് ചെയ്തിട്ട് വന്ന ഒരു പഠനമാണ്. അതിനേക്കാളും ആയിരക്കണക്കാണ് ആൾക്കാരുണ്ട്. സോ പ്രശ്നങ്ങൾ ഇല്ല എന്ന് പറയുന്നില്ല, പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അത് മാത്രമല്ല ഞങ്ങളുടെ ഇൻഡസ്ട്രി. അത് ശ്രീ രേവതി, അതായത് 51, താങ്കൾ തന്നെ പറഞ്ഞു, 51 പേരുടെ മാത്രം മൊഴിയുടെ അടിസ്ഥാനത്തിൽ അതിലും എത്രയും അധികം ആളുകളുണ്ട്. അവർക്ക് പറയാനുള്ളത് ഒരുപക്ഷെ പറയാൻ കഴിയാത്തവരുണ്ടാകാം. ഇതിൽ തന്നെ എടുത്തു പറഞ്ഞത് ഈ സ്ത്രീകൾക്ക് പറയാൻ പല മേഖലകളിലും പല കോണുകളിലും പരാതി പോലും പറയാൻ പറ്റാത്ത സാഹചര്യം, അവസരങ്ങൾ നഷ്ടപ്പെടുമെന്ന് പറയുന്ന ഒരു സാഹചര്യം, ഇതൊക്കെ വളരെ വേദനയോടുകൂടി കേട്ടു എന്നാണ് ഹേമ കമ്മിറ്റി തന്നെ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയും ചെയ്യുന്നത്. കറക്റ്റ്. സ്ത്രീകൾക്ക് വിരുദ്ധമായ നടക്കുന്ന സംഭവങ്ങൾ, അവർക്ക് നടക്കുന്ന ഇങ്ങനെ എന്താ പറയാ അസോൾട്ട്, ഇത് ഏത് മേഖലയിലാണ് സ്ത്രീകൾക്ക് തുറന്ന് പറയാൻ പറ്റുന്നത്? ഒരു മേഖലയിലും പറയാൻ പറ്റില്ല. ഫിലിം ഇൻഡസ്ട്രിയിൽ ഈ ഒരു പഠനം നടന്നത് വലിയ കാര്യമാണ്. സോ അതുകൊണ്ട് കേരള സർക്കാർ ഇത് ചെയ്തതിൽ വലിയൊരു കാര്യം തന്നെയാണ്. ഇതൊരു ഹിസ്റ്റോറിക്കൽ മൊമെന്റ് ആണ്. അപ്പോൾ ഇത് നമ്മൾ പഠിച്ച് അതിനെ എങ്ങനെ ശരിയാക്കണം എന്നാണ് ഇപ്പൊ ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ ഉള്ളത് കൊണ്ട് എന്റെ ഇൻഡസ്ട്രീനെ കുറിച്ച് ഞാൻ ആലോചിക്കുന്നു. അതായത് ഇന്ന് ഈ വിഷയത്തിൽ ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും കോടതിയിൽ താങ്കളുടെ തന്നെ സഹപ്രവർത്തകയായ രഞ്ജിനി ഈ കോടതിയെ ഹർജി സമീപിക്കുകയും ചെയ്തു, ഈ റിപ്പോർട്ട് പുറത്തു വരരുത് എന്ന് പറഞ്ഞ്. WCCയുടെ അടക്കം സമീപനം ശരിയായിരുന്നില്ല എന്നാണ് രഞ്ജിനി പറയുകയും ചെയ്തത്. അതായത് ഈ മൊഴികൾ പരിശോധിക്കുന്ന റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും WCC എടുത്ത സമീപനം ശരിയായിരുന്നില്ലെന്ന് രഞ്ജിനി പറയുകയും ചെയ്തു. അല്ല, അത് തിരുത്തി എന്തൊക്കെയൊക്കെയോ എവിടേക്കോ പോയി മാറി നിൽക്കുകയാണ്. രഞ്ജിനി പറഞ്ഞ കാര്യം അത് ഞങ്ങളോടും സംസാരിച്ചിരുന്നു. അത് ബേസിക്കലി അവരുടെ പേഴ്സണലായിട്ട്, അവർ WCC മെമ്പറായിട്ടല്ല, പേഴ്സണലായിട്ട് അവർ മൊഴി കൊടുത്തത് കൊണ്ട് അവർക്ക് കാണണം എന്നുണ്ടായിരുന്നു. പുറത്ത് വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടേ ഇല്ല. അത് കണ്ടിട്ട് അവര് കംഫർട്ടബിൾ ആയാൽ പിന്നെ പുറത്ത് വിടണം എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ കേൾക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവരൊക്കെ മൊഴി പറയുന്നതിന് മുമ്പിൽ ഒരു കൺസെന്റ് ഫോമിൽ സൈൻ ചെയ്തിരുന്നു. ആ ഫോമിൽ സൈൻ ചെയ്തത് അവരുടെ പ്രൈവസി മുഴുവനും അവർ വന്ന് they will keep it completely private, they will be very discreet എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഇൻ കേസ് അത് ഈ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് ഇവരുടെ അടുത്തും കൂടി കാണിച്ചിട്ടേ പുറത്ത് കൊണ്ടുവരുള്ളൂ എന്നൊരു കൺസെന്റ് ഫോമാണ് അവർ സൈൻ ചെയ്യിച്ചിട്ടുള്ളത്. സോ അതായിരുന്നു ആക്ച്വൽ. ഇറ്റ് ഷുഡ് ഹാവ് ബീൻ ഡൺ ലൈക്ക് ദാറ്റ്. അത് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ.
പുറത്ത് വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. അത് തന്നെയാണ് ഒരു പക്ഷേ ആ 33 പേജ് ഇപ്പോൾ 295 പേജുകളിൽ 33 പേജ് പുറത്തു വരുന്നില്ല. വളരെ ഞെട്ടിക്കുന്ന വ്യക്തിപരമായ പരാമർശങ്ങളുള്ള ഒരുപക്ഷെ ചൂഷണത്തിന് വരെ സാധ്യതയുള്ള 33 പേജുകളാണെന്ന് പറയുന്നത്. ആസ് എ ഹോൾ ഈ റിപ്പോർട്ട് എടുക്കുമ്പോൾ ഇതിൽ പറഞ്ഞതിൽ ഏതെങ്കിലും കൂട്ടിച്ചേർത്തതുണ്ടോ, പൊടിപ്പും തൊങ്ങലുമുണ്ടോ, എക്സാജറേറ്റ് ചെയ്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് രേവതിക്ക് പറയാൻ കഴിയുന്നുണ്ടോ? എനിക്കിപ്പോൾ പറയാൻ കഴിയില്ല, ബിക്കോസ് ഞാൻ റിപ്പോർട്ട് മുഴുവൻ വായിച്ചിട്ടില്ല, വായിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. വളരെ നന്ദി ശ്രീമതി രേവതി ഞങ്ങളോട് ഈ സാഹചര്യത്തിൽ പ്രതികരിച്ചതിന്. ഏതായാലും ഇത്തരം കാര്യങ്ങൾ ഈ സർക്കാർ എടുത്ത ഈ തീരുമാനം, ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാർ എടുത്ത തീരുമാനത്തെ അഭിനന്ദിക്കുന്നു എന്നാണ് നടി രേവതി ഇപ്പോൾ കൈരളി ന്യൂസിനോട് പറയുകയും ചെയ്തത്. WCSCയിലെ ഒരു സ്ഥാപക അംഗം ഇത്തരത്തിൽ ചൂഷണം നടന്നിട്ടില്ല എന്നാണ് പറയുകയും ചെയ്തത്. അതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എടുത്തു പറഞ്ഞതിൽ ഞെട്ടിക്കുന്നതായ ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്. ഇവിടെ നേരത്തെ ഷമ്മി ന്യൂസ് ഡെസ്കിൽ നിന്ന് തുടരുന്നുണ്ട്. ഷമ്മി, ഇപ്പോൾ രേവതി പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുണ്ട്. രേവതി പറഞ്ഞത് 51 പേരുടെ നിന്നും എടുത്ത 51 പേരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നൽകിയ റിപ്പോർട്ട് എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. രേവതി പറഞ്ഞതിനെ ആ പോസിറ്റീവ് അർത്ഥത്തിൽ തന്നെ എടുക്കുകയും വേണം. ഇവിടെ ചെറിയ വിഷയങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞ് മേഖല മൊത്തം കുഴപ്പത്തിലാണെന്ന് ആരും പറഞ്ഞിട്ടുമില്ല. പക്ഷേ ഉയർന്ന പ്രശ്നം എന്താണ്? ആ മേഖലയെ കളങ്കപ്പെടുത്തുന്ന തരത്തിലുള്ള ചില നിലപാടുകൾ, ആൺകോയ്മയുടേതായ പുരുഷാധിപത്യത്തിൻ്റെതായ ചില കൈകടത്തലുകൾ, ചില സ്ത്രീകൾക്ക് മേലുള്ള അതിക്രമങ്ങൾ കൃത്യമായി നടക്കുന്നുണ്ട്. അത് സമൂഹത്തിലെ മറ്റേത് തൊഴിൽ മേഖലയേക്കാൾ കൂടുതലായി സിനിമാ മേഖലയിൽ നടക്കുന്നുണ്ട്. അത് മാറ്റണം. അതിനായി സർക്കാരിൻ്റെ കൃത്യമായ ഇടപെടൽ വേണം. അതിന് ട്രിബ്യൂണൽ രൂപീകരിക്കണം. അതിന് നിയമം വഴി നേടണം എന്നാണ് ഹേമ കമ്മിറ്റി പറഞ്ഞത്. അതുകൊണ്ട് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത് ഏറ്റവും പ്രസക്തമായ സമയത്ത് തന്നെയാണ്. സർക്കാർ കൃത്യമായ ഇടപെടൽ നടത്തിയിരിക്കുന്നു ഈ മേഖലയിൽ. തീർച്ചയായും സിജു, ഏറ്റവും ഇൻ്റലിജൻ്റായ ഒരു റെസ്പോൺസാണ് ഈ കാര്യത്തിൽ രേവതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. രേവതി പറഞ്ഞത് ഞങ്ങളുടെ ആവശ്യം ഇതേ ഉള്ളൂ, ഇനി ഇത് ആവർത്തിക്കരുത്. അതായത് കേരളത്തിലെ സിനിമാ മേഖലയ്ക്ക് ഒരു മൂക്കുകയറിട്ട് കൊണ്ടുപോകണം. അതിന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കാരണമാകണം. 2 പ്രശ്നങ്ങളുണ്ട്. അവർ ചോദിച്ചത് ഏത് മേഖലയിലാണ് സ്ത്രീകൾ പ്രശ്നം നേരിടാത്തത് എന്നാണ്. വളരെ കൃത്യമായ ചോദ്യമാണത്. അല്ല, അതിനകത്ത് തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഹേമ കമ്മിറ്റി അക്കമിട്ട് നിരത്തി പറയുന്നുണ്ട്, നിങ്ങൾ അഭിഭാഷകയായി, നിങ്ങൾ അധ്യാപികയായി, നിങ്ങൾ ഡോക്ടറായി, നിങ്ങൾ എഞ്ചിനീയറായി തൊഴിൽ മേഖലയൊക്കെ വരുന്ന ആദ്യത്തെ വനിതയാണെങ്കിൽ നിങ്ങൾ ഒരാൾക്കും വേണ്ടി വഴങ്ങേണ്ടി വരുന്നില്ല. സിനിമാ മേഖലയിൽ നിങ്ങൾക്കൊരവസരം കിട്ടണമെങ്കിൽ നിങ്ങൾ വർഷങ്ങൾ നടക്കണം. നിങ്ങൾ പലരുടെയും കിടക്ക പങ്കിടേണ്ടി വരുന്നുണ്ട്. കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്നത് ശക്തമായി നിൽക്കുന്നുണ്ട്. പല വാതിലുകളും മുട്ടുന്നതിൻ്റെ ആ ശബ്ദത്തിൻ്റെ ഭീതിയിൽ കിടന്നുറങ്ങേണ്ടി വരുന്നുണ്ട് എന്ന് പറയുന്നത് മറ്റൊരു മേഖലയിലും ഇല്ല. അതാണ് എടുത്തു പറഞ്ഞത്. അത് രേവതി അതിനെ ആ രീതിയിൽ അഡ്രസ്സ് ചെയ്തു എന്നും എനിക്ക് തോന്നുന്നില്ല. പ്രശ്നങ്ങളുണ്ട്. പക്ഷേ പ്രശ്നങ്ങൾ മാത്രമല്ല സിനിമ എന്നുള്ളതാണ് രേവതി പറയുന്നത്. പക്ഷേ സിജു, ഇതിൻ്റെ അകത്തൊരു വസ്തുത എന്താണെന്ന് പറഞ്ഞാൽ, സിനിമ എന്ന് പറയുന്നത് ഒരു ഷോ ബിസിനസ്സാണ്. ഷോ ബിസിനസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ അഭിനയം, നിങ്ങളുടെ ശബ്ദം, ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു വിൽപ്പന മൂല്യം എന്ന് പറയുന്നത്.